ചിതറി കിടക്കുന്ന കൂറ്റൻ കല്ലുകൾ കൊണ്ട് തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രദേശം. എങ്ങോട്ട് നോക്കിയാലും തകർന്ന് വീണ് കിടക്കുന്ന ചരിത്രാവശിഷ്ടങ്ങൾ. പ്രാചീന കാലത്തെ ഏറ്റവും തിളങ്ങി നിന്ന ഒരു നഗരം എങ്ങനെയായിരുന്നു എന്ന് ഭംഗിയായി മനസ്സിലാക്കാൻ ഇന്നും സാധിക്കുന്ന ഒരു പ്രദേശം. അതെ, ഞാൻ പറയുന്നത് ഹംപിയെക്കുറിച്ചാണ്. ഉത്തര കർണാടകയിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും തിളങ്ങി നിന്ന നഗരങ്ങളിൽ ഒന്നാണ് ഹംപി. ഈ ഹംപി, ഈ വിജയനഗര സാമ്രാജ്യം എന്നത് ഏറ്റവും പ്രസിദ്ധിയാർജിച്ച് നിന്ന സമയം എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയാണ്. ആ ഒരു ചരിത്രമാണ് ഹംപിക്ക് ഉള്ളത്. പക്ഷേ ഹംപിയിലെത്തുമ്പോൾ ഹംപിയുടെ ആദ്യ കാഴ്ചയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവിടുത്തെ പ്രകൃതിയാണ്. ആ ഭാഗം മുഴുവൻ പാറക്കൂട്ടങ്ങളാണ്. പാറമലകൾ, പരന്ന പാറയുടെ പ്രതലങ്ങൾ, അവിടെ ഇവിടെയായി മുഴച്ചു നിൽക്കുന്ന കൂട്ടങ്ങൾ, ഇങ്ങനെ ആ പാറകളുടെ വിസ്മയകരമായ ഒരു കാഴ്ച ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മളെ അതിശയിപ്പിക്കും. ആ ഒരു പ്രദേശം മുഴുവൻ ഇത്തരം പാറമലകൾ അല്ലെ പാറക്കുന്നുകൾ ഉണ്ടാകാൻ എന്താവാം കാരണം എന്ന അന്വേഷണത്തിന് കിട്ടിയ മറുപടി ഏതാണ്ട് 300 കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനമാണ് ഈ ഒരു പാറക്കൂട്ടങ്ങളുടെ സൃഷ്ടിക്ക് കാരണം. ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഉരുകി ഒലിച്ച ലാവയാണ് ഈ പാറ പോലെ പരന്ന പ്രതലമായി കിടക്കുന്നതെന്നും ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ പുറത്തേക്ക് വന്ന പാറ കഷ്ണങ്ങളാണ് അവിടെ ഇവിടെയുമായി കൂട്ടമായി ഇങ്ങനെ കാണുന്നതെന്നുമാണ് പറഞ്ഞത്. ആ ഒരു ഇത് കേട്ടപ്പോഴാണ് ഭൂമിയുടെ ആയുസ് തന്നെ 456 കോടി വർഷം എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പം ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പഴമ, ആ എത്ര കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുണ്ടായതെന്ന ചിന്ത, ഇതൊക്കെ തന്നെ നമ്മളെ ഒരു വല്ലാത്തൊരു അതിശയിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതുപോലെ നമുക്ക് കാഴ്ചയിൽ ഈ പാറക്കല്ലുകൾ, വലിയ കൂറ്റൻ പാറകളെ പലപ്പോഴും താങ്ങി നിർത്തുന്നത് ചെറിയ ചെറിയ പാറക്കല്ലുകളാണ്. ചിലതിങ്ങനെ ചരിഞ്ഞു നിൽക്കുകയാണ്, ഉരുണ്ട് വീഴുമോ എന്ന് തോന്നത്തക്ക വിധം. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പം അതിന് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗൈഡ് തന്ന മറുപടി, അതായത് ഈ ഉരുകി ഒലിച്ച ലാവയുടെ ആ ഒരു കാന്തിക ഊർജം ഈ പാറകളെ അങ്ങനെ തന്നെ അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു തന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളൊരു വ്യത്യസ്തമായ, നമ്മൾ കാണാത്ത ഒരു പ്രകൃതിയുടെ വ്യത്യസ്തമായ സ്ഥലത്തെത്തിയ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാകും. ഇനി ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുന്നത് തുംഗഭദ്ര നദിയുടെ തീരത്താണ്. ആ തുംഗഭദ്ര നദി എന്ന് പറയുമ്പോൾ, അതായത് ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനും മുമ്പ് ഈ തുംഗഭദ്ര അറിയപ്പെട്ടിരുന്നത് പമ്പ എന്നായിരുന്നു എന്നും ഈ ഭാഗത്തെ പമ്പ ക്ഷേത്ര എന്ന് വിളിച്ചിരുന്നു എന്നും രാമായണത്തിൽ പറയുന്ന കിഷ്കിന്ധ ഇതാണെന്നും ഇവിടെ വെച്ചാണ് രാമലക്ഷ്മണന്മാർ ഹനുമാനെയും ബാലിസുഗ്രീവന്മാരെയും ഒക്കെ കണ്ടുമുട്ടുന്നതെന്നും നമ്മുടെ രാമായണത്തിൽ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ശരിയാണ്, കണ്ണാശ രാമായണത്തിൽ എവിടെയോ ഈ പമ്പാ സരസ്തടത്തെ കുറിച്ചൊക്കെ വർണ്ണിച്ചു പോകുന്നുണ്ട്. ആ ഒരു ഭാഗം അല്ലെങ്കിൽ അത് ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോഴൊക്കെ നമ്മുടെ ചിന്തയിൽ നമ്മുടെ പമ്പാ നദിയെക്കുറിച്ചാണ് ആ ഒരു നദി പറയുന്നത്. പക്ഷേ ഈ ഒരു പമ്പ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചായിരുന്നിരിക്കണം അതിൽ പറഞ്ഞു പോകുന്നത്. പിന്നീട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ, അതായത് നമ്മൾ ഹംപിയിൽ നിന്നുകൊണ്ട് തന്നെ മാതംഗമല എന്ന് പറയുന്ന വളരെ ഉയരമുള്ള ഒരു മലയും അതിൻ്റെ മുകളിലൊരു ഹനുമാൻ ക്ഷേത്രവും ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്തായിട്ട് അവിടെ വെച്ചാണ് ഈ സീതാദേവിയെ രാവണൻ കൊണ്ടുപോകുന്ന സമയത്ത് അത് തൻ്റെ കർണാഭരണങ്ങൾ ഊരി താഴേക്കിട്ടതും ഇവർക്കത് സുഗ്രീവനും ഹനുമാനും അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഭാഗത്താണെന്നൊക്കെ ഈ ഗൈഡ് നമ്മളോട് പറഞ്ഞു തന്നു. ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കും ഇങ്ങനെ തോന്നും, ശരിയായിരിക്കാം. കാരണം പഞ്ചവടിയിൽ നിന്നും സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി ആ യാത്രയിൽ രാവണൻ കിഷ്കിന്ധ ഇവിടെ എത്തിയിട്ടുണ്ടാകാം. ഇവിടെ നിന്നിട്ടായിരിക്കാം ജടായുപ്പാറയിലും
പിന്നീട് രാമേശ്വരത്തും ഒക്കെ എത്തിയിട്ട് ലങ്കയിലേക്ക് പോകുന്നത്. ആ ഒരു യാത്രാ മാർഗ്ഗമൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. പ്രത്യേകിച്ചും ഇവിടുത്തെ ഈ കല്ലിൻ്റെ ഈ കൂട്ടങ്ങൾ കാണുമ്പോഴും നമുക്കൊരു കിഷ്കിന്ധയുടെ ഒരു രൂപമൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. എവിടെയൊക്കെയോ ചിത്രങ്ങളിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ളതാകാം. എന്തായാലും അങ്ങനെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ പുരാണങ്ങളിലെ മഹാഭാരതത്തിലും ഈ പ്രദേശത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. പാണ്ഡവരിവിടെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ പുരാണങ്ങളിലുമൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഹംപി.